CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ് ചലച്ചിത്ര ലോകത്തെ വിപ്ലവകരമായ മാറ്റങ്ങളിലേക്ക് നയിച്ച ഇതിഹാസ സംവിധായകൻ പി ഭാരതിരാജ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്തരിച്ചത്. കേച്ചേരിയിലുള്ള മമതാ ബാറിൽ മദ്യപിക്കാനെത്തിയവർ സംഘം ചേർന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. കേച്ചേരി ചെറുനല്ലൂർ സ്വദേശി കബീറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തുള്ള അറവ് മാംസ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF രംഗത്തെത്തി. പ്ലാന്റിന് അനുമതി നൽകിയ LDF പഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം MLAയും ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് UDF നേതാക്കൾ ആരോപിച്ചു. ഓടിക്കൊണ്ടിരുന്ന പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് ഓട്ടോറിക്ഷ തകർന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പോർക്കുളം പഞ്ചായത്തിലെ പൊന്നം കള്ളുഷാപ്പിന് സമീപം ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അപകടം. ചാവക്കാട് നഗരസഭയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, +2, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദനം 2026 സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കുന്നംകുളം നിയോജക മണ്ഡലം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ഓർമ്മകൾ പങ്കുവെച്ച് കേരള ഫുട്ബോൾ പോലീസ് ടീം അംഗം ശ്രീരാഗ് അമ്പാടി. ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് ജൂൺ 12-ന് അമേരിക്ക ന്യൂജേഴ്സിയിൽ തുടക്കമാകാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി CCTVയോട് പറഞ്ഞു. DYFI കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് സമ്മേളനം തുടങ്ങി. കല്ലുംപുറം വിദ്യാ ഹാളിൽ സജ്ജമാക്കിയ ബാബു M പാലിശ്ശേരി നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ കല്ലുംപുറം പതാക ഉയർത്തി. CPIM എളവള്ളി പഞ്ചായത്ത് 15 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷാ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ ഉൾപ്പെടുന്ന SSLC, +2 പരീക്ഷ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. കൃഷി ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും കർഷകരും വിദ്യാർത്ഥികളും കൈകോർത്തതോടെ കുന്നംകുളത്ത് ഷിഗല്ല രോഗപ്രതിരോധ ബോധവൽക്കരണ ക്യാമ്പയിന് ആവേശകരമായി തുടക്കം. കുന്നംകുളം കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്, ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭയുടെ പരിധിയിലെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച നഗരസഭാതല പരിസ്ഥിതി ദിന ക്വിസ് മത്സരം ശ്രദ്ധേയമായി. കുറുക്കൻപാറയിൽ കിണറ്റിൽ വീണ പോത്തിനെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. ചൈതന്യ സ്കൂളിന് സമീപം ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് പോത്ത് കിണറ്റിൽ വീണത്. മഴക്കാല രോഗങ്ങൾക്കെതിരെ മുൻകരുതലെടുക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ എലിപ്പനി പ്രതിരോധ ബോധവൽക്കരണവും മാർഗനിർദ്ദേശ പരിപാടിയും സംഘടിപ്പിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖല ലോക പരിസ്ഥിതി ദിന വാരാഘോഷവും ഫോട്ടോ പ്രദർശനവും കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടാലന്റ് ഡേ ആഘോഷിച്ചു. കുട്ടികളുടെയും അധ്യാപകരുടെയും സർഗാത്മക കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരമൊരുക്കിയാണ് ടാലന്റ് ഡേ ആഘോഷിച്ചത്. കരിവന്നൂർ ബാങ്ക് കൊള്ളയിൽ വിചാരണ നേരിടുന്ന കുന്നംകുളം MLA AC മൊയ്തീനും ആലത്തൂർ MP K രാധാകൃഷ്ണനും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ പോർക്കുളം മണ്ഡലം കമ്മിറ്റി അക്കിക്കാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.